എന്തെങ്കിലും ഒരു ദിവസം RCCയിൽ പോവുക. 4 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കയ്യിൽ ട്രിപ്പ് ബോട്ടിലായിട്ട് ക്യാൻസറായിട്ട് എന്ന് മരിക്കും എന്നറിയാതെ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു ഓർഫനേജിൽ പോവുക. ആൺകുട്ടിയോ പെൺകുട്ടിയോ എന്ന വ്യത്യാസമില്ലാതെ സമൂഹത്തിലേക്ക് ആരാ എന്താണെന്നറിയാതെ ഒരു പേര് പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന കുറേ ആൾക്കാർ. ജിറിയാട്രിക് സെൻറ്ററിൽ പോവുക. അച്ഛനും അമ്മയും വേണ്ടാന്ന് വെച്ചിട്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്ന മക്കളും അവരെ നോക്കാൻ വേണ്ടിയിട്ട് മാസം പൈസ അയച്ചു കൊടുക്കുന്ന കുറച്ച് ആൾക്കാർ. ഗൾഫിലുള്ള ആൾക്കാർ നാട്ടിൽ എൻ്റെ അച്ഛനമ്മ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഫോൺ പോലും ചെയ്യാൻ സമയമില്ലാതെ അത്രയ്ക്ക് ബിസിയായിട്ട് പൈസ ഉണ്ടാക്കാൻ തിരക്കിലുള്ള ആൾക്കാർ. അവരും ചീത്തയെന്നല്ല പറയണത്. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് ലൈഫിനോടുള്ള അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ പോയിൻ്റ് ഓഫ് വ്യൂ മാറും. എൻ്റെ ഭാര്യയ്ക്ക് എന്താണ് ആവശ്യം, അതെനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റണം. എൻ്റെ മക്കൾക്ക് അവർക്ക് എൻ്റെ പേര് കൊടുക്കണം. അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റണം അത് ചെയ്യണം. അവരുടെ ആഗ്രഹങ്ങൾ നോക്കാൻ വേറെ ആരുമില്ലല്ലോ, ഞാനല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നമോ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ളൊരു വിഷമമോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്ന് ഈ പാഠങ്ങൾ, അതായത് ലൈഫിൽ ഒരിക്കലെങ്കിലും ഒരു ക്യാൻസർ സെൻറ്റർ, ഒരു ജയിൽ, ഒരു ജിറിയാട്രിക് സെൻറ്റർ, ഒരു ഹോസ്പിറ്റൽ ടെർമിനൽ ബോർഡ്, ഇതെല്ലാം വിസിറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ജീവിതം മനസ്സിലാവും. അങ്ങനെ ജീവിതം നന്നായിട്ട് മനസ്സിലാക്കിയ ആൾക്കാർ ഞങ്ങൾ രണ്ടുപേരും. അതായത് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി പറ്റിച്ച ആൾക്കാരുമുണ്ട്, പൈസ വാങ്ങിക്കാൻ വേണ്ടി മാത്രം കൂടെ നിൽക്കുന്നവരുമുണ്ട്, അതുമല്ല എത്ര വേണമെങ്കിലും തരാം നിങ്ങളുണ്ടായാൽ മതി എന്ന് പറയുന്ന നല്ലവരുണ്ട്. ഇപ്പോൾ ലൈഫ് ഇസ് എ മിക്സ് ഓഫ് എവറിത്തിങ്. ആ രീതിയിൽ നോക്കുമ്പോൾ അക്സെപ്റ്റൻസ്, കുട്ടികളെ അക്സെപ്റ്റ് ചെയ്തത് അത് വലിയ കാര്യമല്ല. എൻ്റെ ലൈഫിൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. എനിക്ക് ഇപ്പോൾ അപ്പ എന്ന് വിളിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ മക്കൾ, എനിക്കവർ ജീവനാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും നല്ല വഴി. അപ്പോൾ അവർ എന്നെ അപ്പാന്ന് വിളിക്കുന്നതിൽ കുഞ്ഞുമോൾക്ക് ഒരു പ്രശ്നവുമില്ല. ഈ കുഞ്ഞുങ്ങൾ അക്സെപ്റ്റ് ചെയ്യോ എന്ന് പറയുന്ന ആൾക്കാർ കല്യാണം കഴിക്കാൻ വരുന്ന ഈ അങ്കിൾ അറിയാമോ എന്നാണ് പഠിപ്പിക്കുക. ആ കുട്ടികൾ അങ്കിളെന്ന് മാത്രമേ വിളിക്കുകയുള്ളൂ, അല്ലെങ്കിൽ പേര് വിളിച്ച് പഠിക്കും. എൻ്റെ മക്കൾ അങ്ങനെയല്ല, എന്നെ അപ്പാന്ന് തന്നെയാണ് വിളിക്കുന്നത്. അത് വലിയൊരു അനുഗ്രഹമാണ്. അത് ഞാൻ എത്രയോ പ്രാവശ്യം താങ്ക് യു പറഞ്ഞിട്ടുണ്ട്, പക്ഷെ മനസ്സിലായിട്ടില്ല ഞാൻ താങ്ക് യു പറഞ്ഞു. അല്ല, ഇന്നലെ അങ്ങനെ മോള് ഡാൻസ് ചെയ്യാൻ പോയെടുത്ത ഏട്ടൻ അങ്ങോട്ട് പോവുക, അവളെ തിരിച്ചു വിടുക. അപ്പം അതിൻ്റെ കൂട്ടം വന്നു കൂട്ടാനെ കേട്ടില്ല, സാരമില്ല കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഏട്ടൻ ഞാനും കൂടി കൊണ്ടുവന്നു. അപ്പോൾ എനിക്ക് വെള്ളം കിട്ടിയേ പറ്റുള്ളൂ പറഞ്ഞു. എവിടെയുള്ളതെന്ന് വെച്ചാൽ അത് പോയി വാങ്ങി. ഞാൻ ഈ സത്യം പറഞ്ഞാൽ ഇന്നലെ എനിക്ക് അത്രയും ഫീല് വന്നു. അവൾ ഇത്രയും ഇങ്ങനെ മുന്നേ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, അപ്പ വിളിക്കും, പിന്നെ അതൊരു ബ്രേക്കായി. എന്താണെന്നറിയില്ല, നമ്മളെ പിള്ളേരുടെ മനസ്സിലെന്താണെന്നറിയില്ല. പലരും ഉപദേശിക്കുന്നുണ്ടാവും, ഫ്രണ്ട്സുകൾ ഉണ്ടാവാം, നമ്മളെ ബന്ധുക്കൾ തന്നെ ആവാം, നാട്ടുകാർ ആരെങ്കിലും ആവാം. അപ്പം അതൊരു കുറച്ച് ബ്രേക്ക് വന്നപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഫീലുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ കുറച്ച് ദിവസമായി ഇപ്പം അപ്പായുടെ വിളിയാണ്. പക്ഷെ ഇന്നലെ എന്തോ അവളിങ്ങനെ വയ്യാണ്ടിരിക്കുമ്പം അമ്മയെ തന്നെ വിളിച്ചിട്ടില്ല. ശരിക്കും അപ്പാന്ന് മാത്രമേ വിളിച്ചുള്ളൂ. അപ്പാ എനിക്കത് വേണേ, അപ്പാ എനിക്കിത് വേണേ. ആ ഒരു ഫീലുണ്ടല്ലോ. ഞാൻ പറയുന്നു ഭഗവാനെ, ഇതൊരിക്കലും മറ്റുള്ളവർ നമ്മുടെ ലൈഫിൽ വേണ്ടി ഇതൊരിക്കലും കടല്ലേന്ന് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അവളിങ്ങനെ 18 വയസ്സായി. ഉദ്ദേശം ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട്, ഇല്ല നല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അതിലൊരു ബ്രേക്ക് വരികയും ചെയ്തു. അപ്പോൾ ഒക്കെ എൻ്റെ മനസ്സിങ്ങനെ പടഞ്ഞു, ശരിയായിട്ട് പോവല്ലേ കഴിഞ്ഞു. ഇതെനിക്ക് തിരിച്ച് കിട്ടിയതുകൊണ്ട് അത്രയും സന്തോഷം. എന്താ പറയണ്ടല്ലോ, എനിക്ക് സങ്കടം തരും. അവളപ്പാന്ന് ഇത് മോൻ പിന്നെ എപ്പോഴും എന്താണ് അവൻ്റെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടിയില്ല അപ്പ വിളി. പക്ഷെ ഇത് അങ്ങനെയല്ല. അത് അമ്മന്ന് വിളിച്ചിട്ടില്ല, അമ്മ എനിക്കത് വേണമെന്നല്ല, അപ്പാ എനിക്ക്. അത് കേൾക്കുമ്പോൾ ഒരു അല്ലേ, അതപ്പ ശരിക്കും ഒരപ്പ ആയതുണ്ടല്ലോ. എന്തോന്നാ അല്ല, എവിടെയൊക്കെ അവിടെ അത് തിരിച്ചറിഞ്ഞത് കൊണ്ടല്ലേ. അതാണ് ഈ ഉപദേശിക്കുന്നവർക്ക് പലതും ഉപദേശിക്കാം, അനുഭവിക്കുന്നവരിക്കലും അതിന്റെ വേദന അറിയുള്ളൂ. ഇപ്പൊ നന്ദു ആയാലും എന്നെക്കാളും ഞാനിപ്പോൾ എന്ത് ദേഷ്യപ്പെടും. കാരണം അവർ നല്ലതിലേക്ക് വരണമെന്ന് വെച്ചിട്ട് പക്ഷെ ഏട്ടൻ അത് ഉപദേശത്തിലേക്ക് കൂടിയാണ് പറയുന്നത്. എനിക്കത് കിട്ടൂല, എനിക്ക് ദേഷ്യപ്പെടാനേ അറിയുള്ളൂ.
പക്ഷെ ഉള്ളിൽ സ്നേഹമില്ല അല്ല, എനിക്ക് വേഗം ദേഷ്യം വരും. അത് സങ്കടം കൊണ്ടുള്ള ദേഷ്യമാണ്. എനിക്ക് സങ്കടം വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുമോ. അപ്പോൾ ഏട്ടൻ പറയല്ലേ കുഞ്ഞുമോളെ അങ്ങനെ പറയല്ലേ. അപ്പോൾ ഏട്ടൻ പറഞ്ഞത് പിള്ളേർക്ക് ഉപദേശിച്ചു കൊടുക്കും. അപ്പോൾ അത് മനസ്സിലാവും. ഇപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ മോൻ വേഗം അപ്പനെ വിളിക്കുക അങ്ങനെ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ശരി കണ്ണ് വിടാതിരിക്കട്ടെ എന്ന് ഞാനിപ്പോഴും പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പറയും ഇങ്ങനെ കണ്ണ് വിടാതിരിക്കട്ടെ, കണ്ണ് വിടാതിരിക്കട്ടെ. സത്യം ഞാനും എല്ലാവരോടും പറയും ജീവിതം തകർക്കാൻ ആരും നോക്കല്ലേ. ഒരുപാട് അനുഭവിച്ചതാ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നവർ കേൾക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എൻ്റെ ഫാമിലി നോക്കേണ്ട എൻ്റെ ഡ്യൂട്ടി അല്ലേ. അവിടെ ഡയലോഗ് അടിക്കാൻ വരുന്ന ഒരു പണിയില്ലാത്ത ഈ കമൻറ്റ് തൊഴിലാളികൾ തന്നെ, കാരണം പൈസ വാങ്ങിച്ചിട്ട് ചെയ്യുന്ന ആൾക്കാർ കുറേ പേരുണ്ടാവും. അപ്പോൾ ആ കമൻറ്റ് തൊഴിലാളികളോ അല്ലെങ്കിൽ കമൻറ്റ് രോഗികളോ അവർക്ക് വേഗം അസുഖം മാറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴും ഞാൻ അല്ലേ ഈ നമ്മളെ ഈ മോശം കമൻ്റ് ഇടുന്ന ആൾക്കാരോട് പറയുന്നു, ജനിപ്പിച്ചത് കൊണ്ട് മാത്രം ഒരാൾ അച്ഛനാവൂല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇനി നിങ്ങൾ എന്നെ എത്ര പറഞ്ഞാലും എൻ്റെ മക്കളെയും ഇനി മോളെയും ഏട്ടനെയും ചേർത്ത് പറഞ്ഞാലോ എത്ര പറഞ്ഞാലും ജനിപ്പിച്ചത് കൊണ്ട് ഒരാൾ അച്ഛൻ ഒരിക്കലും ആവൂല. അയാൾ അച്ഛൻ എന്ന് പറയണമെങ്കിൽ ഈ പറയുന്നവരാരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? എൻ്റെ മക്കൾ എത്ര പ്രാവശ്യം വിളിച്ചു? ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? വിളിക്കുന്നുണ്ടോ? മോൻ ഇപ്പം 10 വയസ്സാവാനായി, മോക്ക് 18 വയസ്സ് പൂർത്തിയായി. ഇതിൻ്റെ ഇടയിൽ എത്ര പ്രാവശ്യം അവൾ അച്ഛൻ വിളിച്ചു? അവൾ ഉണ്ടാക്കി അച്ഛൻ തന്നെ വിളിച്ചു. ഞാൻ പച്ച മലയാളത്തിൽ തന്നെ പറയുന്നു. ഈ എഴുതുന്നവർക്ക് പലതും എഴുതാം, ഉള്ളിലെ അവസ്ഥ ആർക്കും അറിയില്ല അല്ലേ. അവർ ഒരു പ്രാവശ്യം പോലും വിളിച്ചില്ല. അതാണ് മോന് 10 വയസ്സായി. പിന്നെ ഈ എഴുതുന്നവർ എന്തർത്ഥം വെച്ചിട്ട് എഴുതുന്നത് മനസ്സിലാവുന്നില്ല. 1.25 വയസ്സിൽ അതിലൊരു പ്രാവശ്യം കൊണ്ടായിരിക്കും മോൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്. അതും അത്ര അറിവില്ല. രണ്ട് ആ ഒരു ഏജിലായിരിക്കും അങ്ങോട്ട് പോയത് ഒറ്റ പ്രാവശ്യം. അത് കേസിൻ്റെ കാര്യത്തിൽ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ പോയത് മാത്രം. ഒരു സാധാരണ ഞാൻ വീട് ഇപ്പം ഇത്ര ഇതായിട്ട് പറഞ്ഞിട്ടില്ല, ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. സാധാരണ ഒരു അമ്മയും മോനും അവരെ മക്കളാണ് എന്നങ്ങനെ അമ്മയെങ്കിലും വിളിക്കാൻ അല്ലേ, എൻ്റെ മോൻ്റെ മക്കളാണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇതെൻ്റെ ചോരയല്ലേ, ഇതെൻ്റെ മോൻ്റെ ചോരയല്ലേ എന്ന് പറഞ്ഞിട്ട് വിളിക്കും അല്ലേ. അവർ പോലും വിളിച്ചിട്ടില്ല. അവർ ആരും വിളിച്ചിട്ടില്ല. ഇപ്പോഴും അവർ ഞാൻ അറിഞ്ഞു അവ എക്സിൻ്റെ അമ്മ ഹോസ്പിറ്റലിലാണ്, നീ മക്കളൊന്ന് കാണിച്ചു കൊടുക്കണം. എനിക്ക് ഒരു വിരോധവും എനിക്കില്ല, ഞാൻ കാണിച്ചു കൊടുക്കും. പക്ഷെ അവർ കാണണമെന്ന് പറഞ്ഞു. നമ്മളവിടെ പോയിട്ട് അവർ ആട്ടി ഇറക്കിയെങ്കിലോ ഞാൻ കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ്. അവർ പറയണ്ടേ. അല്ലെങ്കിൽ ജസ്റ്റ് എൻ്റെ നമ്പർ അറിയാം, എല്ലാ നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ മാറ്റിയിട്ടില്ല. ഇപ്പോഴും അത് തന്നെ. അവരാരും പറഞ്ഞില്ല എന്നയ്യോ അവന് മക്കളെ കാണണം അല്ലെങ്കിൽ അവൻ്റെ അമ്മക്ക് മക്കളെ കാണണം, ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാൻ എന്നോട് പറഞ്ഞ വ്യക്തിയോട് പറഞ്ഞു അവർ പറയട്ടെ, ഞാൻ കൊണ്ടുപോവാം, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇപ്രാവശ്യം കണ്ണൂർ പോകുന്നുണ്ട്, ഞാൻ പോകണോ? മക്കളെ കൊണ്ടുപോവാം. ഇല്ലെങ്കിൽ മക്കളോട് ഞാൻ ചോദിച്ചു ഞാൻ കൊണ്ടുപോകണോ? എനിക്ക് ആരോടും ഒരു ദേഷ്യമില്ല, ഒന്നുമില്ല. എൻ്റെ ലൈഫ് എന്തായിരുന്നു, അതെങ്ങനെ ആയി തീർന്നു എന്ന് എനിക്കും അറിയാം, എന്നെ അറിയുന്നവർക്കും അറിയാം. ഈ എഴുതുന്നവർക്കും ഒന്നും അറിയില്ല സത്യാവസ്ഥ. ഇനി അവൻ്റെ ടീം തന്നെ ആണെങ്കിലും രണ്ടടിക്കുമ്പം നിങ്ങൾക്ക് പലതും തോന്നും. കൂടെ കൂടുമ്പം പലതും തോന്നും. ഉള്ളിലെ സത്യാവസ്ഥ നിങ്ങൾക്ക് ആർക്കും അറിയില്ല. ഈ എഴുതുന്നവരൊന്ന് വിളിച്ച് ചോദിക്കും, എത്ര പ്രാവശ്യം മക്കളെ വിളിച്ചിട്ടുണ്ട്, മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു നോക്കും. എന്നിട്ട് ഇങ്ങോട്ടേക്ക് വാ, എന്നിട്ട് നേരിട്ട് വാ, ഞാൻ സംസാരിക്കാം. അല്ലാണ്ട് ഇതിനകത്ത് കുത്തിക്കുറിച്ച് മക്കൾക്ക് ചിലപ്പോൾ മക്കൾക്ക് ഇതൊക്കെ കാണുമ്പം ഉണ്ടാവും പലതും പറയുന്ന കേൾക്കുമ്പം പെട്ടെന്ന് അവരുടെ മനസ്സും ചിലപ്പം മാറാം. പിള്ളേർ അത്രേ ആയിട്ടുള്ളൂ, കാര്യങ്ങളൊന്നും മനസ്സിലാക്കാനുള്ള പക്വത ആയിട്ടില്ല. എനിക്ക് തന്നെ വന്നത് 32ാമത്തെ വയസ്സിലാണ്. എന്നിട്ട് ഇപ്പം പക്വത ഉണ്ടോ ചോദിച്ചാൽ വലിയ പക്വതയൊന്നും ഇല്ലെങ്കിലും 2 മക്കളെ പ്രസവിച്ച് എത്ര പോലെ ആക്കിയതാ. വീണ്ടും ഒരു കല്യാണം കഴിച്ചു. ഇതിൽ വന്ന് കുറേ മാറ്റങ്ങൾ എനിക്കുണ്ട്, ഇല്ലയെന്നല്ല. ചിലപ്പോൾ സംസാരത്തിൽ നിങ്ങൾക്കത് മാറ്റം ഇല്ല എന്നൊക്കെ തോന്നും, മന്ദബുദ്ധിയാന്നൊക്കെ തോന്നും. എത്ര മന്ദബുദ്ധി ആയാലും കാര്യങ്ങളൊക്കെ ഞാൻ കാര്യം പോലെ നടത്തുന്നുണ്ട്. നിങ്ങളെ ഈ പറയുന്നവര് നിങ്ങളെ വീട്ടിലെ കാര്യം നോക്കുന്നുണ്ടോ എന്ന് നോക്ക്.